പിക്നിക് ദോശയാണ് കേട്ടോ. പിക്നിക് ദോശ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് കുട്ടികൾക്കൊക്കെ പുറത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കുമ്പോൾ ഭയങ്കര പേടിയാണല്ലേ. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് ഇതുപോലെയൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പിക്നിക് മസാല ദോശ, അല്ലെങ്കിൽ ഉണ്ണി മസാല ദോശ, മസാല ദോശൻ്റെ വേറൊരു സംഭവം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാൽ നമുക്ക് വീട്ടിലേക്കാണെങ്കിലും ഇത് ഉണ്ടാക്കാം കേട്ടോ. നല്ല ചട്നിയിലും സാമ്പാറിലൊക്കെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരണം. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇപ്പോൾ കടുക് ഇവിടെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ചെറിയ സവാള ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു പച്ചമുളകും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാല, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 ഉരുളക്കിഴങ്ങ് വേവിച്ച് നന്നായിട്ട് ഉടച്ചെടുത്തത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മസാലയൊക്കെ ഉരുളക്കിഴങ്ങിൽ പിടിക്കുന്ന രീതിക്ക് മിക്സ് ചെയ്ത് നമുക്കിതിനെ മാറ്റി വെക്കണം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എരിവൊക്കെ നോക്കിയിട്ട് വേണം കേട്ടോ പൊടികൾ ചേർക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മസാല നമ്മളിവിടെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ ഒക്കെ ഒരു ചട്ടിയില്ലേ, അത് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ കുഴിയിലൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എണ്ണ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ഈ സൈഡിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കണേ. സൈഡിൽ എന്തിനാണ് ബ്രഷ് ചെയ്യുന്നത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരേ. ഇനി ഇതിലേക്ക് നമുക്ക് ഒഴിക്കേണ്ടത് ദോശമാവാണ്. അപ്പോൾ ദോശമാവ് എൻ്റെത് നല്ല കട്ടിയുള്ള മാവാണ്. നിങ്ങളുടെ അടുത്ത് ദോശമാവ് ലൂസായിട്ടുള്ള മാവാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. എന്നിട്ടിതാ ഇതുപോലെ കുഴീൻ്റെ ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ അടുത്തുള്ള ഉരുളക്കിഴങ്ങിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് കുഞ്ഞു കുഞ്ഞു ഉരുളകളാക്കിയിട്ട് ഇതിന് നടുക്ക് വെച്ച് കൊടുക്കണം. ഇതുപോലെ എല്ലാത്തിലും വെച്ച് കൊടുക്കുക. ഇനി നിങ്ങളുടെ അടുത്ത് തേങ്ങാ ചട്നിയോ അല്ലെങ്കിൽ ടൊമാറ്റോ ചട്നിയോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഒരു ഇത്തിരി ഇതിന് മേലെ വെച്ച് കൊടുത്താൽ ഒന്നുകൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക, ഇല്ലെങ്കിൽ ഇത്ര മാത്രം ചെയ്താൽ മതി. എന്നിട്ട് ഇതുപോലെ എല്ലാം വെച്ച് കൊടുത്തിട്ട് ഇതിനെ ഒന്ന് കവർ ചെയ്യണം. അതിന് വേണ്ടി വീണ്ടും കുറച്ചും കൂടെ ദോശമാവ് ഇതിന് മുകൾ ഭാഗത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് എല്ലാത്തിനും ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിന് ശേഷം നമുക്കിതിനെ അടച്ച് വെക്കണം. അടച്ച് ഒരു 2 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെക്കുക. ഇതുവരെ മീഡിയം ഫ്ലെയിമിലായിരുന്നു. ഇനി ഇതിനെ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. 2 മിനിറ്റിന് ശേഷം ഇത് തുറന്നിട്ട് നമുക്ക് ഇതിന് മുകളിലേക്ക് കുറച്ച് എണ്ണയൊന്ന് തൂത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ എല്ലാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മളിതിനെ അടച്ചിട്ട് ഒരു മിനിറ്റ് 2 മിനിറ്റ് വെക്കണം. അപ്പോഴാണ് ഈ മേൾഭാഗം കൂടെ ഒന്ന് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലിൽ പോയിട്ട് കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ കാണുക. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതാ നമ്മുടെ ഉണ്ണി മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സൈഡിൽ എണ്ണ തേക്കാൻ പറഞ്ഞാൽ എന്തിനാണെന്ന് വെച്ചാൽ ചില സമയത്ത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ ഈ കുഴിയിലേക്ക് ഇറങ്ങി നിൽക്കാത്തതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചിട്ട ഭാഗം വേവാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ ഇതുപോലെ സൈഡിലേക്ക് കയറ്റി ഒരു 2 സെക്കൻഡ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ പിക്നിക് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല ഉണ്ണിയപ്പം പോലെ നല്ല ഇതിൽ കിട്ടും നമുക്ക്. എന്നിട്ട് ഇതിനെ നമുക്ക് ഇനി വേണമെങ്കിൽ ഒന്ന് ചൂട് തണുത്തിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകാനാണെങ്കിൽ ഒരു ബോട്ടിലൊക്കെ ആക്കി അടച്ച് കൊണ്ടുപോയാൽ നല്ല സേഫായിട്ട് പേടിയൊന്നും കൂടാണ്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. വീട്ടിലാണെങ്കിൽ ചട്നിയോ സാമ്പാറോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിലൊക്കെ ഒന്ന് മുക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്നുള്ളത്. നല്ല ഭംഗിയില്ലേ ഇത് കാണാനായിട്ട്. അപ്പോൾ നമ്മളെപ്പോഴും മസാല ദോശയൊക്കെ കഴിക്കുന്നതിന് പകരം ഒന്ന് ഡിഫറെൻ്റായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം. കണ്ടോ, ഞാനിപ്പോൾ ഇതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം. കണ്ടോ, അതിൻ്റെ ഉള്ളിൽ നല്ല ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഇതുപോലെ നല്ല ഉരുളക്കിഴങ്ങൊക്കെ അലിഞ്ഞിങ്ങനെ നല്ല ഇതിലുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്